അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മിലേക്ക് അടുത്തു വരികയാണല്ലേ. ഇന്ന് പുണ്യ ശഅബാനിലെ വെള്ളിയാഴ്ച രാവാണ്. വെള്ളിയാഴ്ച പകൽ നമ്മിലേക്ക് കടന്നു വരുന്നു. ഇരട്ടി മധുരാണല്ലേ എപ്പോഴും പറയുന്നത് പോലെ. കാരണം ശഅബാൻ മുത്ത് ഹബീബിൻ്റെ മാസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ച രാവും പകലും അത് മുത്ത് ഹബീബിൻ്റെ ദിവസമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരട്ടി മധുരം എന്നോണം ഇത് രണ്ടും കൂടെ ചേർന്ന് നമ്മിലേക്ക് കിട്ടുമ്പോൾ നമുക്കിപ്പോൾ ചെയ്യാനുള്ള എന്താണെന്നറിയോ? ബറാഅത്ത് രാവ് നമ്മിലേക്ക് കടന്നു വരികയാണ്. കൊല്ലത്തിൽ ഒരു ദിവസമാണ് അങ്ങനത്തെ രാവ് അല്ലേ. നമ്മുടെ ഒരു കൊല്ലം എങ്ങനെയാകണമെന്ന് അള്ളാഹു തീരുമാനിക്കുന്ന രാവ്. എന്ത് ചോദിച്ചാലും പടച്ചോൻ തരുന്ന രാവ്. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അതിവിശിഷ്ടമായ രാവ്. ഈ രാവ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോഴേ നമ്മളതിനെ തട്ടിക്കളഞ്ഞാൽ പിന്നെ നമ്മളെന്തിനു കൊള്ളാം? നമ്മളെ പിന്നെ എന്തിനു കൊള്ളാം? നമ്മൾ എത്ര വലിയ അബദ്ധത്തിലാണ് ചെന്ന് പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രാവിനെ നമുക്ക് ഒറ്റടിക്ക് ചെന്നങ്ങ് വാങ്ങാൻ പറ്റുന്ന സംഗതിയൊന്നുമല്ല. ബറാഅത്ത് വരും മുമ്പ് ഒരുങ്ങണം. വീടും പരിസരമൊക്കെ നമ്മൾ ഒരുക്കി. ഇന്ന് നമ്മൾ സ്വഭാവലരിൽ പറഞ്ഞില്ലേ, വീടും പരിസരമൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ കൽബൊരുക്കിയോ? അൽ ഖൽബു അർശുല്ലാഹി ദുൽ ഇംകാനി വബൈതുഹുൽ മഅമൂറു ഫിൽ ഇൻസാനി. മുഅ്മിനിൻ്റെ കൽബ് പടച്ചവൻ്റെ അർശാണെന്നാണ്. അപ്പം അങ്ങനെയുള്ള അർശാകണമെങ്കിൽ കൽബിനെ കഴുകണം. എന്തുകൊണ്ട് കഴുകും? തൗബ കൊണ്ട്, ഇസ്തിഗ്ഫാർ കൊണ്ട് കഴുകണം. ഇസ്തിഗ്ഫാർ ധാരാളം ചൊല്ലണം കേട്ടോ. ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളെപ്പോഴും പറയുന്ന സംഗതിയാണ്. അതെല്ലാവർക്കും അറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മളറിയാത്ത മാർഗത്തിലൂടെ അല്ലാഹ് നമ്മളെ സഹായിക്കും. നമ്മുടെ പ്രയാസങ്ങൾ മാറും, മക്കളെ തരും, മക്കൾ നന്നാകും. അങ്ങനെ തുടങ്ങി എന്തെല്ലാം നമുക്ക് വേണോ അതൊക്കെ റബ്ബുൽ ആലമീൻ കരിഞ്ഞരുളാൻ ഇസ്തിഗ്ഫാർ മതി. എനിക്ക് പുറത്ത് തന്നെ പടച്ചോനെ തെറ്റ് ചെയ്തു പോയല്ല, ആ ബോധ്യത്തിലൊന്ന് ചൊല്ലണം. മനസ്സറിഞ്ഞൊരു 31 ചൊല്ലിക്ക്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പടച്ചവനോട് പൊറുക്കണേ എന്ന് മനസ്സറിന് തേടിയിട്ട് മതിയാവണില്ല. ഒരു 33 ചൊല്ലിയാലോ അല്ലേ? കൽബിൽ തട്ടിയിട്ട് അതൊരു പ്രണയത്തിൽ ചൊല്ലേണ്ട സംഗതിയാണ് അല്ലേ. അല്ലയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അല്ലയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കണ്ടടോ. ഉപ്പയെ പ്രിയം വെക്കും
വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ്. എൻ്റെ റബ്ബാണവൻ അല്ലേ. പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കണ്ടടോ. ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം വെക്കടോ. നമുക്ക് പടച്ചോന്ന് പറഞ്ഞാൽ അല്ലേ, പാമ്പിനെ കണ്ട പേടിക്കുന്നത് പോലെ എന്നെ ചട്ടിയിലിട്ട് വറുക്കാൻ കാത്തിരിക്കണം റബ്ബ്. അല്ല മോനെ, അല്ലല്ല. 70 ഉമ്മാടെ സ്നേഹമാണ് എൻ്റെ റബ്ബിന് എന്നോട്. ഞാൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളേറെ എൻ്റെ റബ്ബ് എന്നെ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ റബ്ബാണവൻ. ഉപ്പാനെ പ്രിയം വെക്കുന്നത് പോലെ എൻ്റെ റബ്ബിനെ പ്രേമിച്ചു നോക്ക്, എൻ്റെ റബ്ബിനെ ഇഷ്ടപ്പെട്ടു നോക്ക്. റബ്ബ് എന്ത് തന്നാലും നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, അവനെനിക്ക് ഗുണത്തിനാണ് ഈ തരുന്നതൊക്കെ. അവനെന്നെ അടിക്കും, ചിലപ്പോൾ എനിക്ക് പരീക്ഷണം തരും, ചിലപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തരും. അതെന്നെ ഒന്ന് കടഞ്ഞെടുക്കാൻ, എൻ്റെ സ്ഥാനം ഉയർത്താൻ, എൻ്റെ പാപങ്ങൾ കഴുകിക്കളയാൻ, എന്നെ അവനിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മാധ്യമമാണ് ഈ പരീക്ഷണം എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പാമ്പിനെ പേടിക്കണത് പോലെയല്ല, ഉപ്പാനെ സ്നേഹിക്കണത് പോലെ റബ്ബിനെ സ്നേഹിക്കണം. ആ ബോധ്യത്തിൽ തന്നെ ഒരു 33 നമുക്കൊന്നുകൂടെ ചൊല്ലാം. മനസ്സറിഞ്ഞ് ചൊല്ലിക്കുക. വെറുതെ എങ്ങനെ നമ്മൾ എന്തോ ഒരു ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ട്, അങ്ങനെയല്ല, മനസ്സറിഞ്ഞ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹ് العظيم أستغفر الله 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 العظيم അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കരുണക്കടലായ റബ്ബേ, പാപങ്ങളൊക്കെ പുറത്ത് തന്നെ തമ്പുരാനെ, ഞങ്ങൾ അനുഭവിക്കുന്ന വ്യഥകളിൽ നിന്നൊക്കെ നീ ഞങ്ങളെ കൈപിടിക്കണേ അല്ലാ. എത്ര വലിയ പ്രശ്നത്തിൽ നിങ്ങൾ നിൽക്കുമ്പോഴും നിങ്ങൾ മനസ്സറിഞ്ഞ അല്ലാഹനെ വിളിച്ചാൽ മതി. എങ്ങനെ, ഏത് ബോധ്യത്തിൽ? മൂസാ നബിയുടെ ബോധ്യം അല്ലേ. മുമ്പിൽ ചെങ്കടലുണ്ട്, ബാക്കിൽ ഫിർഔനുണ്ട്. രക്ഷപ്പെടാൻ വല്ല വഴിയുണ്ടോ? ഒരു വഴിയില്ല. ലക്ഷക്കണക്കിന് പട്ടാളത്തോടൊപ്പം ഫിർഔൻ, മുമ്പിലാണെങ്കിൽ ചെങ്കടൽ, നടുക്ക് മൂസാ നബി. ഒരു വഴിയില്ല. ഒരു വഴിയും കാണാത്തപ്പോഴും എൻ്റെ കൂടെ എൻ്റെ നാഥനുണ്ട്. ഇന്ന മഈ റബ്ബി. മൂസാ നബിയുടെ ഒറ്റ വാക്കാണ്. ആ വാക്ക് പറയുമ്പോഴേക്ക് ചെങ്കടൽ 2ആയി പിളർന്നിട്ട് മൂസാ നബി അതിൻ്റെ ഇടയിലൂടെ അങ്ങ് നടന്നു പോയി അല്ലേ. ഹായ്, എന്തൊരു മധുരമായിരിക്കും, എന്ത് രസമായിരിക്കും. എത്ര വലിയ കുടുക്കിൽപ്പെട്ട് നിൽക്കുന്നവരെ. ഈ സദസ്സിലിരിക്കുന്ന 99% ആളുകളും ഇടങ്ങേറായി, പ്രയാസത്തിലായി, പ്രശ്നത്തിലായി, ആകപ്പാടെ ടെൻഷനിലാണെന്ന് എനിക്കറിയാം. മനസ്സറിഞ്ഞ് 33 പറഞ്ഞത്. ഇന്ന മഈ റബ്ബി. എന്താർത്ഥം? ആരെന്നെ കൈവിട്ടാലും എൻ്റെ കൂടെ എൻ്റെ നാഥനുണ്ട്. മനസ്സിൽ തട്ടിയിട്ട് പറയണം. അതങ്ങനെയല്ലേ ഇല്ലേ. ആരെന്നെ ഒറ്റക്കാക്കിക്കോട്ടെ, എൻ്റെ വീട്ടുകാരെന്നെ ഒറ്റക്കാക്കിക്കോട്ടെ, ആരുമില്ല എനിക്ക് എൻ്റെ ഇക്കാക്ക മാത്രമേ ഉള്ളൂ. എൻ്റെ ഇക്കാക്ക എന്നെ വിട്ടുകൊണ്ട് പോകാണ്ടിരുന്നാൽ മതി അല്ലേ. അല്ലെങ്കിൽ ചിലപ്പോൾ കെട്ടിയവൻ പറയും, എടി ഈ ലോകത്ത് ആരെന്നെ തനിച്ചാക്കിയാലും കൂട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട, നീ ഉണ്ടാവണോട്ടടി എൻ്റെ കൂടെ, നീ ഉള്ളൂ എനിക്ക്. ഈ സംഗതി, ഈ പ്രണയം വന്നം. ഇന്ന മഈ റബ്ബി 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 ഇന്ന മഈ റബ്ബി
ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി ഇന്ന മഈ റബ്ബി. ആരെന്നെ കൈവിട്ടാലും എൻ്റെ റബ്ബ് എൻ്റെ കൂടെ ഉണ്ട്. അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ റാത്തീബിലൊക്കെ ചൊല്ലുന്നത്, അല്ലാഹു ഹാളിരി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. അല്ലാഹു മഈ, എൻ്റെ അടുക്കൽ റബ്ബ് ഹാളിറായിട്ടുണ്ട്, അവൻ എൻ്റെ കൂടെ ഉണ്ട്. ചൊല്ലിക്ക് അല്ലാഹു ഹാളിരി 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 അല്ലാഹു ഹാളിരി. യാ അല്ലാഹ്, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്. ഈ ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടാവണം കേട്ടോ. നമ്മൾ ഏത് പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും, അതായത് നമ്മളെ കൊണ്ട് ഒന്നിനും പറ്റൂല അല്ലേ? നമ്മളെ കൊണ്ട് വല്ലതും പറ്റുമോ? ഇല്ല. ഞാൻ അശക്തനാണ് റബ്ബേ, നിനക്കാണ് ശക്തി, നീയാണ് എന്നെന്നും ജീവിച്ചിരിക്കണവൻ. എൻ്റെ കയ്യിലൊന്നുമില്ലല്ല, നീ തന്നതല്ലാത്തൊരു സാധനം എൻ്റെ കയ്യിലില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? നീ വേണം എനിക്ക്. ഏത് റബ്ബ്? ഹയ്യും ഖയ്യൂമുമായ, എന്നെന്നും ജീവിച്ചിരിക്കുന്ന, എല്ലാത്തിനും കഴിവുള്ള, എല്ലാം നിലനിർത്തുന്ന റബ്ബ്. യാ ഹയ്യൂ യാ ഖയ്യൂം 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 യാ ഹയ്യൂ യാ ഖയ്യൂം. കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഹയ്യും ഖയ്യൂമുമായ റബ്ബേ, ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. നിന്നെ സ്നേഹിക്കാൻ, നിന്നെ തിരിച്ചറിയാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഇടയ്ക്കൊരു കാര്യം മറക്കരുത്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഗതി എന്താണ്? കിബറില്ലാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടേതായിട്ടൊന്നുമില്ല എന്നുള്ള തിരിച്ചറിവാണ്.
അതായത് കൽബിൽ സമ്പത്ത് കുന്നുകൂടി നിൽക്കുന്നവനൊരിക്കലും അള്ളാനെ കിട്ടൂലല്ലോ. യത്തീമിനെ സംരക്ഷിക്കാത്തവൻ, പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാത്തവൻ, ഇല്ല ഇതിനൊക്കെ തടയുന്നവൻ, ഇവർക്ക് എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ? നിസ്കരിക്കുന്നവർക്ക് നാശം. അതായത് കൽബിലേക്ക് സമ്പത്തിനെ കയറ്റി വെച്ചിട്ടേ മറ്റുള്ളവരൊന്നും പരിഗണിക്കാതെ നിസ്കരിക്കുന്ന മനുഷ്യൻ്റെ കൽബിൽ അള്ളാഹ് ഉണ്ടാവില്ല, അവന് നാശാണെന്നാണ്. ആ ഒരു ബോധ്യത്തിലാണ് നമ്മൾ രണ്ട് പേരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഒന്ന് ഒരു യത്തീമായ അല്ലേ ഒരു പാവപ്പെട്ട കുട്ടിയുടെ വിവാഹമാണ്, മനസ്സറിഞ്ഞ് അതിലേക്ക് സഹായങ്ങൾ ചെയ്ത ആളുകളുണ്ട്, അൽഹംദുലില്ലാ. അതുപോലെ തന്നെ മറ്റൊരു മുഅല്ലിം ഉസ്താദിൻ്റെ കടബാധ്യതകൾ ഒന്ന് തീർച്ചു കൊടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ പ്രയാസം അനുഭവിക്കുന്ന ഒരു പണ്ഡിതനാണ്. സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അപ്പം അങ്ങനെ വലിയ പ്രയാസത്തിലുള്ളൊരു പണ്ഡിതനിലേക്ക് ഹദിയ. അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. രണ്ടുപേർക്കും കൊടുക്കാൻ മാത്രം ഒന്നും ആയിട്ടില്ല. അപ്പം ഒരുപാട് ആളുകൾ ഹദിയ ചെയ്യുന്നുണ്ടെങ്കിലും ചെറിയ ചെറിയ തുകകളല്ലേ, ഇതെല്ലാം കൂടി സ്വരുക്കൂട്ടി നമുക്ക് അവരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. റമദാൻ കഴിയുമ്പോഴേക്ക് കഴിയുന്നത് പോലെയൊക്കെ ഹദിയ ചെയ്യാം, നല്ല നിയ്യത്തിൽ. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച രാവും പകലുമൊക്കെയാണ് വരുന്നത്, പിന്നെ രാവാണ് വരാൻ പോകുന്നത്. അങ്ങനെ തുടങ്ങിയുള്ള നിമിഷങ്ങളൊക്കെ നമ്മൾ ഹയാത്താക്കണം, മനസ്സറിഞ്ഞ് ഹയാത്താക്കണം. അള്ളാഹുവാണ് എനിക്ക് വലുത് എന്നുള്ള ബോധ്യത്തിൽ കൊടുക്കണം. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ തരുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സംഗതിയുണ്ട്, ഇത് പടച്ചോൻ എന്നിലേക്ക് അയക്കുന്ന വിരുന്നുകാരാണ്. ഏത് ഈ പാവപ്പെട്ട മനുഷ്യന്മാർ, പ്രയാസം അനുഭവിക്കണവർ. കാരണം എന്താ, എൻ്റെ റബ്ബ് എന്നിലേക്ക് വിരുന്നുകാരെ അയക്കുമ്പോൾ ഞാൻ അവനാണോ സമ്പത്തിനാണോ വലിപ്പം കൊടുക്കുന്നത് എന്ന് അള്ളാഹ്ക്ക് തിരിച്ചറിയാൻ. എങ്ങനെ അള്ളാഹ്ക്ക് അതിങ്ങനെ കണ്ട് ആസ്വദിക്കാൻ. ഇവൻ എന്നെയാണോ അല്ലെങ്കിൽ പൈസയാണോ വലുതായിട്ട് കാണുന്നത്? എന്നെയാണെങ്കിൽ അവൻ്റെ പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ അവന് പ്രയാസം തോന്നൂല. മറിച്ച് സമ്പത്തിനാണ് വലിപ്പം കൊടുക്കുന്നതെങ്കിൽ അത് പോക്കറ്റിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ ഇനിയിപ്പോൾ നാളത്തെ കാര്യം എങ്ങനെ, മറ്റന്നാളത്തെ എങ്ങനെ, അള്ള എന്ത് ചെയ്യും, അങ്ങനെ എങ്ങനെയും അല്ലേ. അള്ള വലുതാകണം നമുക്ക്. ഇപ്പോൾ കഴിയുന്നവരൊക്കെ ഹദിയ ചെയ്യാം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ സ്വലാത്താണ് ഏറ്റവും മഹത്വം. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അത്ഭുതമല്ലേ. എന്താ സ്വലാത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത? അത് അള്ള ചെയ്യുന്നു എന്നുള്ളതാണ്. അള്ള ഏറ്റെടുത്ത സംഗതിയാണ്. അസ്സലാത്തു അലൻ നബി കുല്ല വഖ്തിൻ ദായിമാ ലഹാ നജ്മുൻ ഫിസ്സമാ സയ്യിദി ഖൈറൻ നബി. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകൾ, അവിടുത്തെ സ്വലാത്ത് അല്ലാഹു ഏറ്റെടുത്തതല്ലേ. മണിമുത്ത് മദീനയിലാണോ മന്ദാര ചെപ്പിൻ്റഴകാണോ സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലീം. എന്നൊരു അത്ഭുത സ്വലാത്ത് നമുക്ക് പഠിക്കാം. ഈ സ്വലാത്ത് 100 തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ 100 ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അതിൽ 30 എണ്ണം ദുനിയാവിലെയും 70 എണ്ണം ആഖിറത്തിലെയുമാണ്. ചെറിയൊരു സ്വലാത്താണ്, അത്ര അത്ഭുതം നിറഞ്ഞൊരു സ്വലാത്താണ്. നമുക്കൊരു 33 തവണ ഇപ്പം ചൊല്ലാം. ബാക്കി നിങ്ങൾ 100 എണ്ണം ഒന്നും ബാക്കി നിങ്ങൾ വീട്ടിൽ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ചൊല്ലി അത് തീർക്കുക. ഇന്ന് വെള്ളിയാഴ്ച രാവും കൂടെ അല്ലേ, നാളെ വെള്ളിയാഴ്ച പകലല്ലേ. അപ്പോൾ ആ ബോധ്യത്തിലേക്ക് ചൊല്ലാം. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ അഹ്ലി ബൈത്തിഹി. ഇത്രയേ ഉള്ളൂ. اللهم صل على سيدنا محمد وعلى أهل بيته. 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 اللهم صل على سيدنا محمد وعلى أهل بيته.
اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. اللهم صل على سيدنا محمد وعلى أهل بيته. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഈ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നിൻ്റെ ഹബീബിനോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ തരണേ അല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. അല്പം മദ്ഹ് കൂടെ ചൊല്ലിയിട്ട് നമുക്ക് ദ്വാരക്കാം അല്ലേ. മുത്തുനബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മോളാരാണ്? ഫാത്തിമ അല്ലേ. അഴകുള്ള ഫാത്തിമ, അരുമപ്പു ഫാത്തിമ, അള്ളാൻ്റെ ദൂതരേ അല്ലേ. നമ്മളിങ്ങനെ പാടാറുണ്ട് അല്ലേ, അഴകുള്ള ഫാത്തിമ എന്നൊക്കെ പറയുന്നത്. എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുന്നതുകൊണ്ട് ശരിക്കും പാടാനും പറ്റണില്ല അല്ലേ. അഴകുള്ള ഫാത്തിമ, ഏതാണ് അഴക്? നമ്മൾ മനസ്സിലാക്കിയ അഴക്, എന്തൊരു ഗ്ലാമറാണ് ഫാത്തിമ ബീവിക്ക്. അതെന്തായാലും ഉണ്ടാവുമല്ലോ, മുത്തിൻ്റെ മോളല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ അഴകല്ല ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ തിരിച്ചറിയേണ്ട അഴക് ഫാത്തിമ ബീവിയുടെ ഖൽബിലെ അഴകാണ്. എത്രമേൽ മനോഹരമായി അവിടുന്ന് ജീവിച്ചു. സ്വർഗീയ വനിതകളുടെ രാജാവല്ലേ, റാണിയല്ലേ സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമ ബീവിയുടെ തവസ്സുൽ ബൈത്തുൽ അൽപ്പം ചൊല്ല. മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടാവൂലേ. രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് ചൊല്ല. അള്ളാഹു സ്വീകരിക്കട്ടെ. يا ربي بالمصطفى وفاطمة الزهراء عجل لنا بنظرة نظرة يا أبا الزهراء مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا بنت رسول الله يا فاطمة الزهراء قطعة كبد الحبيب يا فاطمة الزهراء مولاي صل وسلم دائما أبدا كلهم زوج علي المرتضى يا فاطمة الزهراء أم الحسن والحسين يا فاطمة الزهراء مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.
يا أم أهل البيت يا فاطمة الزهراء رئيسة المؤمنات يا فاطمة الزهراء مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم قرة عين المصطفى يا فاطمة الزهراء محبة الفقراء يا فاطمة الزهراء مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദദ് തന്ന് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവർ, മക്കളുടെ പരീക്ഷ കാര്യം പറഞ്ഞവർ, ജോലിയില്ല വീടില്ല തുടങ്ങി ഒരുപാട് സങ്കടം പറഞ്ഞവരുണ്ട്. മക്കളില്ല എന്ന് പറഞ്ഞവർ, മക്കൾ നന്നാകാൻ ആഗ്രഹിക്കുന്നവർ, മാരക രോഗത്തിന് അടിമയായവർ, എല്ലാവർക്കും അല്ലാഹു ലക്ഷ്യങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കട്ടെ. മനസ്സറിഞ്ഞിട്ട് ആമീൻ പറയൂലേ. ഒരുപാട് ആളുകൾ ഹദിയ ചെയ്തിട്ടുണ്ട്, അവരുടെ ലക്ഷ്യങ്ങളെല്ലാം എന്താണെങ്കിലും അല്ലാഹു കബൂലാക്കി കൊടുക്കട്ടെ. ബറാഅത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ് തരണേ അല്ലാഹ്, തിരുനോട്ടം നൽകണേ അല്ലാഹ്. റസൂലുള്ളാഹിന്റെ മദദ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ പുഞ്ചിരി കാണാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. കനവിലെങ്കിലും ഹബീബിനെ കാണാതെ ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാഹ്. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ ആരാരും തുണയില്ലാത്ത സമയത്ത്, ഞങ്ങളുടെ പൊന്നുമ്മ പോലും തിരിഞ്ഞു നോക്കാത്ത സമയം, ഞാനുണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് ഓടി വരുന്ന നേതാവ് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, മുത്തായ തങ്ങളുടെ നൂറ് കണ്ടിരിക്കാൻ സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ മദ്ഹുകളുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാഹ്. റമളാനിന് മുൻപ് ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ലേ അല്ലാഹ്. ഈ പുണ്യ ശഅബാൻ മാസത്തിൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ നിന്റെ ഹബീബിന്റെ പേരിൽ ഞങ്ങൾ ഒരുമിച്ചത് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ സദസ്സിൽ ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകളുടെ ബറക്കത്ത് കൊണ്ട് ബറാഅത്തിന്റെ പുണ്യം ലഭിക്കുന്നവരിൽ പെടുത്തണേ അല്ലാഹ്. ബറാഅത്ത് ലഭിക്കാത്ത ഹതഭാഗ്യരിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാഹ്. ലൈലത്തുൽ ബറാഅയുടെ മഹത്വം ആസ്വദിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഖൽബിൽ ഒരുപാട് മുറാദുകളുണ്ട് അല്ലാഹ്. എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ റിലീഫ് പദ്ധതിയിലേക്ക് പല ആളുകളും ഹദിയകൾ ചെയ്തിട്ടുണ്ട്. ആ പാവപ്പെട്ടവരെ സഹായിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്, സങ്കടങ്ങൾ അകറ്റണേ അല്ലാഹ്. ടെൻഷൻ ഫ്രീ ആയ ഖൽബ് നൽകണേ അല്ലാഹ്. എത്രയോ അസുഖബാധിതർ ഞങ്ങളിലുണ്ട്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരിലുണ്ട്, മാതാപിതാക്കളിലുണ്ട്, ബന്ധുമിത്രാദികളിലുണ്ട്. എല്ലാവർക്കും പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. മാരക രോഗങ്ങൾ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. പലരും കിടപ്പ് രോഗികളാണ്. പടച്ചവനെ, എന്താണോ ഖൈറ് നീ അത് എളുപ്പമാക്കണേ അല്ലാഹ്. ജീവിതമാണ് ഖൈറെങ്കിൽ പടച്ചവനെ ആഫിയത്തുള്ള ദീർഘായുസ് ശിഫാഓടെ നൽകണേ അല്ലാഹ്.
മറിച്ചാണ് നിന്റെ ഖളാ എങ്കിൽ ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഇട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും മറപ്പോടെ വെറുപ്പോടെ നോക്കുന്നൊരവസ്ഥ നിന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ആർക്കും നീ ഞങ്ങളെ ഭാരമാക്കല്ലേ അല്ലാ. യാ റബ്ബനാ ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ദാരിദ്ര്യത്തിൽ നിന്ന് കാവലേകണേ അല്ലാ. മറ്റൊരുത്തന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. നാണക്കേടിൽ നിന്ന് കാവലേകണേ അല്ലാ. ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാത്തൊരവസ്ഥയിലേക്ക് നീ ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാ. പടച്ചവനെ, ജോലിയില്ലാത്തവരുണ്ട്, ഹൈറായ തൊഴിൽ നൽകണേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാ. ഇണകളെ നന്നാക്കണേ അല്ലാ. കള്ളുകുടിയന്മാരുണ്ട്, നേർവഴിയിലാക്കണേ അല്ലാ. ഹറാമായ വഴിയിലൂടെ പോകുന്നവരുണ്ട്, നീ നേർവഴിക്ക് നയിക്കണേ അല്ലാ. പടച്ചവനെ, സംശയ രോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവൽ ഞങ്ങളുടെ കുടുംബത്തിൽ നൽകണേ അല്ലാ. കരുണക്കടലായ തമ്പുരാനെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ. പൊന്നുമക്കളെ നന്നാക്കണേ അല്ലാ. ശോഭനമായ ഭാവി നൽകണേ അല്ലാ. എല്ലാവിധ പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നൽകണേ അല്ലാ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മക്കളില്ലാത്ത പൊട്ടിക്കരയുന്ന ഒരുപാട് ആളുകളുണ്ട്. പടച്ചവനെ, അവരുടെ കണ്ണുനീർ തുടയ്ക്കണേ അല്ലാ. സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. മക്കളിൽ നിന്ന് ഉപദ്രവമേൽക്കേണ്ടി വരുന്ന മാതാപിതാക്കളുണ്ട്. പടച്ചവനെ, ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കടങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവരുണ്ട്. യാ റബ്ബനാ, എല്ലാ ഖജനാവും നിന്റെ കയ്യിലാണല്ലോ അല്ലാ. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. നീ ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ഞങ്ങൾ പാപ്പരാണല്ലോ റബ്ബേ. റഹമുർ-റഹീമായ കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ തുടങ്ങി പലരും ഖബറിലാണ്. ഖബറിടം വെളിച്ചമാക്കണേ അല്ലാ. ഹൈർ നൽകണേ അല്ലാ. പാപങ്ങൾ പൊറുക്കണേ അല്ലാ. ക്ഷമിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. പടച്ചവനെ, വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണേ അല്ലാ. സ്ഥലം വിറ്റുപോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാ. വീട് വഴി തുടങ്ങിയവരുണ്ട്, പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. വിദേശത്ത് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, എല്ലാ കാര്യങ്ങളും നീ റാഹത്തിലാക്കണേ അല്ലാ. പടച്ചവനെ, ഏത് മുറാദാണെങ്കിലും ഞാൻ മറന്നാലും നിനക്കോർമ്മയുണ്ടല്ലോ അല്ലാ. നീ എല്ലാം കാണുന്നവനാണല്ലോ തമ്പുരാനെ. ഖൽബിലുള്ള മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. ഈ സദസ്സിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് മനസ്സിലുള്ള വിഷമതകളെല്ലാം നീ അകറ്റണേ അല്ലാ. യാ റബ്ബനാ, പരിശുദ്ധമായ കഅബാലയം തവാഫ് ചെയ്യാൻ, സഫാ മർവക്കിടയിൽ സഅയ് ചെയ്യാൻ, പടച്ചവനെ, എല്ലാം കഴിഞ്ഞ് നിന്റെ ഹബീബ് താജ്ദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പച്ചക്കുബ്ബ നോക്കി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സലാമുകൾ പറയാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. മദീന കാണാതെ നീ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. പടച്ചവനെ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.